കണ്ണൂർ മുഴപ്പിലങ്ങാട് വീടിന്റെ മേൽക്കൂര തകർന്ന 6 വയസ്സുകാരിക്ക് തലയ്ക്ക് പരിക്കേറ്റ വാർത്തയാണ് സജു ദേവസ്യ അറിയിക്കുന്നത്. സജു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സജു ദേവസ്യ, വാർത്തയുടെ വിശദാംശങ്ങൾ പറയൂ. എസ് ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിലെ മേൽക്കൂര തകർന്ന വീട്ടിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. മുഴുവൻ ഭാഗവും ഇങ്ങോട്ട് തകർന്ന് വീണിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കനത്ത കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ വീടിൻ്റെ ഉൾഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓടിട്ട മേൽക്കൂരയായിരുന്നു, അത് പൂർണ്ണമായും തകർന്നു വീണു. അതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, 6 വയസ്സുകാരിയായ കുട്ടി ഈ വീട് മേൽക്കൂര തകർന്നു വീണപ്പോൾ അടിയിൽ പെട്ടുപോയി. പിന്നീട് വീട്ടുകാരാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. തലയ്ക്ക് ചെറിയ പരിക്കേറ്റു, അത് ആശ്വാസകരമാണ്. ആശുപത്രിയിൽ കാണിച്ചു ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏതാണ്ട് ഇവിടെ താമസിക്കാൻ കഴിയാത്ത വിധം ഈ ഭാഗങ്ങളൊക്കെ തകർന്നു പോയിട്ടുണ്ട്. ഈ വീട്ടുടമയായ ഖാദർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതാണ്ട് മേൽക്കൂര പൂർണ്ണമായിട്ടും നശിച്ചുപോയി അല്ലേ? പൂർണ്ണമായിട്ടും നശിച്ചുപോയി. ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ഇത് സംഭവിച്ചത്. ഞാനിവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഭാര്യ അസുഖ കാരണം പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇതറിഞ്ഞതിന് ശേഷം ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്ന് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും കൂടിയിട്ടാണ് ഈ രൂപത്തിൽ ഈ പായെല്ലാം കെട്ടിയിട്ട് ഈ രൂപത്തിലാക്കി തന്നത്. തൽക്കാലത്തേക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും കൂടിയിട്ടാണ് ഇത് ചെയ്തത്. ഒന്നും പ്രശ്നമൊന്നുമില്ല. മോനും മോൻ്റെ ഭാര്യയും കൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടീൻ്റെ ഇവിടുന്ന് കളിക്കുന്നതായിരുന്നു. അപ്പോൾ ഷീലിംഗ് വീണതിൻ്റെ അടിയിൽ കുട്ടി കിടന്നു പോയിന്. പക്ഷേ അത്ഭുതകരമായിട്ടാണ് കുട്ടി രക്ഷപ്പെട്ടത്. ഒരു ഭാഗ്യം അല്ലേ? ഭാഗ്യം തന്നെയാണ്. നമുക്ക് ഈ വീട് മുഴപ്പിലങ്ങാട് ബീച്ച് റോഡിലുള്ള തെരമ്പൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ബീച്ച് ഭാഗത്തൊക്കെ കനത്ത കാറ്റും മഴയും ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. വൈകിട്ടോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ കുട്ടിയുടെ ആരോഗ്യനില ആശ്വാസകരമായ ഒരു സ്ഥിതിയിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷേ ഒരു അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ വീട് ഇനിയിപ്പോൾ താമസിക്കാൻ യോഗ്യമല്ല. മഴ പെയ്യുമ്പോൾ വെള്ളം താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റും മറ്റുമൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ലാത്തൊരു മഴക്കെടുതിയുടെ സ്ഥിതി കണ്ണൂർ ജില്ല പൊതുവിൽ പരിശോധിക്കുമ്പോൾ ആശ്വാസകരമായ ഒരു സ്ഥിതി പൊതുവിലുണ്ടെങ്കിൽ പോലും ഇത്തരം അപകടങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാകുന്നു. ഈ വീട്ടിൽ ഇനിയിപ്പോൾ ഇവർക്കിത് മുഴുവൻ നീക്കിയാലും ഉയരുറച്ച് കിടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. ബീച്ച് റോഡിലെ ഖാദറിൻ്റെ അവസ്ഥ അതാണ്. അദ്ദേഹം എന്ത് ചെയ്യും എന്നൊരു സ്ഥിതിയിലാണ്. മത്സ്യത്തൊഴിലാളിയാണ്. അങ്ങനൊരു സ്ഥിതിയുണ്ട്. ഈ ഭാഗം, അതായത് പൂർണ്ണമായും മേൽക്കൂര ഉണ്ടായിരുന്ന മുഴുവൻ ഭാഗവും തകർന്ന് താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇനിയിപ്പോൾ ഇത് നീക്കം ചെയ്താൽ പോലും ഏതെങ്കിലും നിലയ്ക്ക് മേൽക്കൂര ഉറപ്പാക്കിയാൽ മാത്രമേ ഇവിടെ താമസിക്കാൻ കഴിയുകയുള്ളൂ ധൈര്യത്തോടു കൂടി. കാരണം ഇനിയിപ്പോൾ കാലവർഷം കൂടുതൽ ശക്തിപ്പെടും എന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് വീടിൻ്റെ അകം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഷീറ്റ് ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ താമസിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അവർ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നതാണ് സ്ഥിതി. ഇപ്പോൾ ഏതായാലും കണ്ണൂർ ജില്ലയുടെ പൊതുചിത്രം എടുക്കുകയാണെങ്കിൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്നലെ രാത്രിയും പുലർച്ചെ വരെയും ഒക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ശക്തമായ മഴ രാത്രിയിലുണ്ടായിരുന്നു. പക്ഷേ പകൽ സമയത്ത് കാര്യമായ മഴയില്ല. ഇപ്പോഴും മഴ മാറി നിൽക്കുകയാണ് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് കാലവർഷം കൂടുതൽ ശക്തിപ്പെടും. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാവും. ഇവരെ സംബന്ധിച്ചും ഈ വീട്ടിൽ ഉള്ള കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ തുടരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മറ്റു കുടുംബാംഗങ്ങൾ പുറത്തും തൊഴിലിനും മറ്റുമൊക്കെ പോയതായിരുന്നു. ആ കുട്ടിയാണ് ഇതിനുള്ളിൽ പെട്ടുപോയത്. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ട് ആ കുഞ്ഞിനെ മറ്റ് അപകടമൊന്നുമില്ലാതെ അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകി തിരികെ വന്നിട്ടുണ്ട്. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു ദുഃഖകരമായ സാഹചര്യം. എസ് കെ. ഓക്കെ, താങ്ക് യു സജു ദേവസ്യ.